ഹലോ, ചെറുതായിട്ടൊരു ഡിന്നറിൻ്റെ പരിപാടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എന്തായാലും ഇന്ന് ഡിന്നറിന് എന്താ പറയുക, ഇതാണ് ബീഫ് കറിയാണ്. അതുകൊണ്ട് തന്നെ പത്തിരി ഒരിത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഈ രാത്രി പത്തിരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി ഇവിടെ ആവശ്യമുണ്ടാവുള്ളൂ, അതായത് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ആൾക്ക് എന്തായാലും പത്തിരി ഭയങ്കര പെരുത്തി ഇഷ്ടമാണ്. അപ്പോൾ രാത്രി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. നല്ല പണിയാണ് നൈറ്റ് പത്തിരി ഉണ്ടാക്കൽ. പിന്നെ നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കി ശീലമുണ്ടല്ലോ. അങ്ങനെ ഞാൻ കുക്കറിൽ ഇത് എന്താ സംഭവം, പെരുംജീരകം, വേപ്പില, വെളുത്തുള്ളി ഇടൂല, അല്ല പെരുംജീരകം, വേപ്പില, വെളുത്തുള്ളി, കുരുമുളകും കൂടി ഇട്ടിട്ട് തരി മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് വേവിക്കാറ്. കാരണം ആ ഒരു വെളുത്തുള്ളിയുടെയും കറുവപ്പട്ടയുടെയും കറുവപ്പട്ട മിസ്സായിപ്പോയി, കറുവപ്പട്ടയും അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇതിന് കിട്ടും നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ കുക്കർ വിസിലടിച്ചപ്പോൾ എൻ്റെ ഫോണിൻ്റെ ക്യാമറയിലേക്ക് കുക്കറിൻ്റെ ഒന്നാമതേ തല്ലിപ്പൊളി ക്യാമറ, അതിൻ്റെ കൂടെ ഈ വിസിലും കൂടി ആയപ്പോൾ പൂർത്തിയായി. അങ്ങനെ അത് കഴിഞ്ഞ് സബോള നന്നാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നി ഒരിത്തിരി ബ്രൂ കോഫി കുടിച്ചാലൊന്നും. അങ്ങനെ ഞാൻ ഒരിത്തിരി ബ്രൂ കോഫി ഉണ്ടാക്കി. ഞാനല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഉണ്ടാക്കിയത്. അതാരാന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ അതാ, വേറെ ഒന്നുമല്ല, ആളീ വീഡിയോ കണ്ട് അങ്ങനെ സൂഹിക്കണ്ട. അങ്ങനെ അപ്പം സബോള നന്നാക്കിയിട്ട് എന്താ പറയുക, ഞാൻ ഇങ്ങനെ കുനുകുനുകുനുകുനു സവാള ഗിരിഗിരി എന്ന് പറഞ്ഞ പോലെ അരിയട്ടോ. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അരിയണത് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നൈസായിട്ട് കിട്ടുകയും ചെയ്യും സ്പീഡിൽ. അതിന് നല്ല കത്തി വേണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ കിട്ടത്തൊന്നുമില്ല. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി, പിന്നെ സബോള കരിയിലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ പത്തിരിക്ക് പൊടി വാട്ട എന്ന് പറയുന്നത്. സംഭവം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടിയില്ലെങ്കിൽ ആകെ മൊത്തം കോളായി പോണ ഒരു പരിപാടിയായി. കാരണം ഭയങ്കര പേടിയാണ് എനിക്ക് പത്തിരിക്ക് പൊടി വാട്ട എന്ന് പറയണത്. എന്താ പറയുക, ചെയ്ത് വരുമ്പോൾ ശരിയാവുമായിരിക്കും. പക്ഷെ ഇപ്പോഴും എനിക്ക് കുറേ മിസ്റ്റേക്ക് വരാറുള്ളത് പത്തിരിയിലാണ്. മൊത്തത്തിൽ മിസ്റ്റേക്കാണ്, പിന്നെ വലിയ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പത്തിരിയുടെ പൊടി വാട്ടി. പിന്നെ നമ്മൾ വെള്ളം കുറച്ച് അതിൽ നിന്ന് ചൂടുവെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം പോരാന്ന് വെച്ചാൽ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അത് പോരായി കണ്ടായിരുന്നു. കാരണം 1 കിലോ പൊടി എടുക്കണ്ടായിരുന്നല്ലോ. അപ്പം എന്തായാലും കുറവ് വരുന്നു എനിക്കറിയായിരുന്നു. അത് കാരണം ചൂടുവെള്ളം കുറച്ച് കൂടുതൽ വെച്ചു. ഇനിയിപ്പോൾ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പൊടി വാട്ടിലൊക്കെ കഴിഞ്ഞു. ആ കാപ്പി നല്ല അടിപൊളി കാപ്പിയായിരുന്നു. അപ്പം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് എനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ. കാരണം പത്തിരിയുടെ പൊടി വാട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ്. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ പിന്നിൽ ഇങ്ങനെ പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ കൈ കുറേ പ്രാവശ്യം പൊള്ളിയിട്ട പത്തിരിപ്പണിയിൽ, കുറേ പ്രാവശ്യം പൊള്ളി. എന്താണാവോ, എനിക്ക് അങ്ങനെ ശ്രദ്ധ ഭയങ്കര കുറവാണ്. അങ്ങനെ പിന്നെ ബീഫ് ഉണ്ടാക്കണേലും നമ്മൾ വെച്ചിട്ട് പെരിഞ്ജീരകം പൊട്ടിച്ചു, കുരുമുളക്, കറുവപ്പട്ട ഇട്ടില്ലാന്ന് തോന്നുന്നുണ്ട്, ഞാൻ ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ആദ്യം പച്ചമസാല ഇടാം, എല്ലാവരും സബോളയിൽ ഇടാം. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഒരിക്കൽ പറഞ്ഞു തന്നതാണ് പച്ചമസാല ഇട്ട് നോക്ക് ജെസ്സി, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, നല്ലൊരു ഫ്ലേവർ കൊടുക്കണ പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പച്ചമസാലയാണ് ഇടാം. നല്ല ജീരകവും കുരുമുളകൊക്കെ പൊട്ടിച്ചതിന് ഉലുവ ഇടാറുണ്ട്. പക്ഷെ ഇന്ന് ഉലുവ ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ പത്തിരി വാട്ടി കുഴയ്ക്കാൻ പോകണമെന്നുള്ള എൻ്റെ സൂചന ഇപ്പോൾ കഴിഞ്ഞതിൽ കണ്ടത്. പിന്നെ ഇത് നല്ലോണം ഒരു ബ്രൗണിഷ് കളറായി വന്നപ്പോൾ നമ്മുടെ സബോള എടുത്തിട്ടു. അങ്ങനെ എന്നോട് എല്ലാവരും ചോദിക്കും, ജെസ്സി എങ്ങനെ വീട്ടിലെ പണിയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം കുട്ടികളെയും വെച്ചിട്ട്. കുട്ടികൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, കുഴപ്പമില്ല. കാരണം എനിക്കത് ശീലമായിപ്പോയി. മറ്റേതെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ലുഹാനയും ലൈബാനയും ആയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഒട്ടും എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈമിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇടങ്ങറായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മാനേജ് ചെയ്യാവുന്നുള്ളൂ. കാരണം 4 ദിവസം ഒരു ടൈം ടേബിൾ വെച്ച് ജീവിച്ചു കഴിഞ്ഞാൽ 5-ാമത്തെ ദിവസം അത് ആളുടെ ശീലമായി മാറുമെന്ന് പറഞ്ഞ പോലെ ഒരവസ്ഥയാണ് കേട്ടോ. എന്തായാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് അത് വലിയ പ്രോബ്ലം ആയിട്ട് വരില്ല. പിന്നെ ഞാനൊന്ന് BDF ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. BDF ഞാൻ കറക്റ്റ് റെസിപ്പിയിലല്ല, എനിക്കിഷ്ടപ്പെട്ട ഒരു റെസിപ്പിയിൽ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മളെ BDFും ഇന്നത്തെ ഡിന്നറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരക്കൊത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മുരിഞ്ഞ കറിവേപ്പിലയും ഞാൻ എൻ്റെ കെട്ടിയവന് പറഞ്ഞു കൊടുത്തോട്ടാ, മുരിഞ്ഞ കറിവേപ്പിലയും ബീഫും പിന്നെ നമ്മളെ നാളികേരക്കൊത്തും കൂടിയിട്ട് ഒരുമിച്ച് കടിച്ചു കാശ്മൂ, നല്ല രസമുണ്ട്. അപ്പോൾ പിന്നെ നിൻ്റെ വലിയ ഒരു വണ്ട് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ആളങ്ങനൊന്നും കഴിക്കാൻ പോകില്ല.
പിന്നെ ബീഫ് കറി, പത്തിരി ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ബീഫ് കറിയുടെ കൂടെ നാളികേരപ്പാലിൽ എന്താ പറയുക BDF ഇട്ടിട്ട് ഞാൻ തിന്നു നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കിങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെയാണ് പണി. പിന്നെ അങ്ങനെയല്ലേ ഒരു ഡിഷസ് ഉണ്ടാവുന്നത്. പിന്നെ വെച്ചാൽ കുറേയൊക്കെ പാളിപ്പോവും. അത് പിന്നെ മൈൻഡാക്കിയിട്ട് കാര്യമില്ല. ഞാൻ അപ്പം കണ്ട BDFൻ്റെ മേലെ കൂടെ പതുക്കെ ഒഴിക്കുന്നു കണ്ട. അയ്യോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രഹസനമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടി കാണിക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ പിന്നെ നിൻ്റെ ലോക്കൽ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യലല്ലേ ഞങ്ങളെ പണിന്ന്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഇത്രയും ചുരുങ്ങിയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ്. ഒരു ക്യാമറ വയ്ക്കാൻ ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ ഒന്നുമില്ല. അങ്ങനെ നിന്നിട്ടാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ അത്രയും നമ്മൾ എന്താ പറയുക, നമ്മൾ ചുരുങ്ങി നിൽക്കണോടത്തു നിന്നാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മടിക്കരുത്.